ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് യുഎഫ ചാമ്പ്യൻസ് ലീഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മളിന്നത് കുറച്ച് പ്രൊഫഷണൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ബിഗിനർ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീം വേറെ ആരും തന്നെയല്ല, ഷക്തർ, യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സ്വന്തം റയൽ മാഡ്രിഡ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു പാട്ടും മേളമൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയട്ടെ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ റിയൽ മാഡ്രിഡിൻ്റെ ഫസ്റ്റ് മാച്ച് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ്. ഓക്കെ, ഇതിന് നമ്മളാണ് പാട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് മാച്ചിലേക്ക് നമുക്ക് പോകാം. ഇറ്റ്സ് വെസ്റ്റ് റയൽ മാഡ്രിഡ് വെസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്പോൾ ഇന്ന് നമ്മൾ റൗണ്ട് 16 ഫസ്റ്റ് ലെഗാണ് കളിക്കുന്നത്. ഇതാണ് നമ്മുടെ ടീം. എല്ലാവർക്കും അറിയാം, നമ്മുടെ ടീമാണിത്. എല്ലാവർക്കും അറിയാം, എംബാപ്പെ, വിനീഷ്യസ്, ഇതാണ് നമ്മുടെ എംബാപ്പെ. എല്ലാം ഹൈലി റാങ്ക്ഡ് പ്ലെയേഴ്സാണ്, റാങ്കപ്ഡ് പ്ലെയേഴ്സാണ് ഉള്ള എല്ലാം. ഇതാണ് ഓക്കെ. ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-3-3 ഹോൾഡിംഗ് ആണ്. സെൻറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ല, സെൻറ്റർ ഡിഫെൻഡീവ് മിഡ്ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ സ്വാഭാവികമായും അസെൻസിയോ ഇല്ല, വേറെ ആൾക്കാർ. നമുക്കിത് മാറ്റാൻ ചേഞ്ച് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എനിക്ക് ഓട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് തനിയെ ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പെട്ടെന്ന് പ്ലേ. ഇവിടെ എനിക്ക് ആർസെനെ പൊട്ടിക്കണം. ആർസെനെ എന്തായാലും ജയിച്ച് വരും, അതിൻ്റെ ഒരു ഇതാണ് നിഗമനം. ബാഴ്സലോണേൻ്റെ ഫസ്റ്റ് മാച്ച് SL ബെനിസിക്ക ആയിട്ട് കണ്ടാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ലൈക്ക് ചെയ്യുക. ഒരു 1K ഒന്ന് ആക്കിത്തരിക. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 1K അടുത്തിരിക്കുകയാണ്, കുറച്ച് പേരും കൂടെ എത്തി. അപ്പം ഗൈസ്, നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് ഈസ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, എംബാപ്പയിൽ നിന്നും ആദ്യം റൈറ്റ് വിങ് റോഡ്രിഗോൻ്റെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് റോഡ്രിഗോൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുക. എന്നിട്ട് എംബാപ്പയ്ക്ക് പാസ് കൊടുക്കുക. എംബാപ്പയ്ക്കോ വിനീഷ്യസിനോ പാസ് കൊടുക്കുക. ഓക്കെ, റോഡ്രിഗോ ഈസ് ഓൺ അറ്റാക്കിങ്. ഓക്കെ, അവിടെ വിനീഷ്യസ് ആണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇല്ല, എംബാപ്പെ ഓക്കെ, വാൾവരുടെ ഓഫ് സൈഡ്. കളി തുടങ്ങുമ്പോൾ തന്നെ എംബാപ്പെ ഒരു ഓഫ് സൈഡാണ്. ഈ ബിഗിനർ ലെവൽ എന്ന് പറയുമ്പോൾ നല്ല സിമ്പിളായിരിക്കും. ഓക്കെ ഗെയ്സ്, അപ്പം വിനീഷ്യസ്. ഓക്കെ, സ്കില്ലിട്ടു ഗൈസ്, നമ്മൾ സ്കില്ലിട്ടു. ഗോൾ, വാവ്. അങ്ങനെ നമ്മളൊരു ഗോൾ അടിച്ചിരിക്കുകയാണ് അത്ലറ്റിക്കോ. ഇന്ന് നമുക്കൊരു 5 ഗോളൊക്കെ അടിക്കാം അല്ലേ? അതൊക്കെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുമായിരിക്കും. അവന്മാരൊരു ഗോളും അടിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇവിടെ എന്താ? ഓക്കെ, നമ്മൾ ഗോളെടുത്തു. നമുക്ക് സ്കില്ലിടാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്കില്ലിടുന്നു. ഗൈസ്, നമ്മൾ ഗോളടിച്ചു. വാവ്. നമ്മൾ തുടരെ ഗോളടിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കഴിവ് അപാരം തന്നെയല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ 2-0 നമ്മൾ മുമ്പിലാണ്. 50 മിനിറ്റായി. ഇത് സെക്കൻഡ് കണക്കിനാണ് പോകുന്നത് അല്ലേ? എംബാപ്പ എന്ന് ഹാട്രിക്ക് അടിപ്പിക്കണം. ആരെങ്കിലും കൊണ്ടൊരു പറ്റില്ല. ബെല്ലിംഗം. എംബാപ്പയ്ക്ക് പറ്റിയില്ലെങ്കിൽ ബെല്ലിംഗം വരുവടാ, പേടിക്കണ്ട. യെസ്, സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ട്. 5-ാം നമ്പർ ജേഴ്സിക്കാരൻ ബെല്ലിംഗത്തിൻ്റെ ഒരു മനോഹരമായ അവിടെ ഗോൾ കീപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഷൂട്ട് കൂട്ടിയിട്ട് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു, അതിനാ വേണേൽ പറഞ്ഞുതരാം. അറിയാതെ നമ്മുടെ FC മൊബൈൽ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി. അതുകൊണ്ട് എൻ്റെ ടീം മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഓവർ 88 കണ്ടാണ്. പിന്നെ ഞാൻ ഈ സീരീസ് കഴിഞ്ഞിട്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ഗെയിം കയറ്റാനാണ് പ്ലാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സീരീസ് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ സജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, 30-ാം മിനിറ്റ് ആയിട്ടുണ്ട്. വിനീഷ്യസ് കൊള്ളടിച്ചില്ല. അതാരാ? റോഡ്രിഗോ. എങ്ങനെയാണ് കൊള്ളടിച്ചത്? ഞാൻ കണ്ടില്ല. ഞാനാണ് ഗോൾ അടിച്ചത്, അത് സത്യം. പക്ഷേ
അതൊരു ഡൈവിങ് ഹെഡായിരുന്നു. ഞാൻ പെട്ടെന്ന് ഷൂട്ട് അങ്ങോട്ട് അടിച്ചതാണ്. നമ്മൾ 4-0 നമ്മൾ വീണ്ടും മുമ്പിൽ. നമ്മൾ ലീഡാണ്. നമ്മൾ എന്തായാലും UCL ഈ സീരീസ് നമ്മൾ എടുത്തിട്ട് ഈ UCL ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കൂ. വാൾവറുടെ ഹാട്രിക്കല്ലല്ലോ. ആദ്യം ഒരു ഗോൾ അടിച്ചു, ഇപ്പോൾ ഒരു ഗോൾ. 2 ഗോൾസ് പവർ ഷൂട്ടിലാണ് അടിച്ചത്. നമുക്ക് ഫ്രീ കിക്സ് ഒന്നും ഇതുവരെ കിട്ടിയില്ല. അവർക്കും ഒന്നും കിട്ടി. അവരിതുവരെ പെനാൽറ്റി ബോക്സിൻ്റെ അകത്ത് പോലും കയറിയില്ല. എംബാപ്പേ ഗോൾ. ലോങ് ഷൂട്ടായി. ഹാഫ് ടൈമിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവരുടെ ടീമിൽ ഇവർ നല്ല രീതിക്ക് കളിക്കുന്നത് എപ്പോഴാണെന്നറിയാം? സെക്കൻഡ് ലെഗിലായിരിക്കും. അനുഭവം കൊണ്ട് പറയുന്നത്. അതായത് നല്ല രീതിയിലൊന്നുമില്ല, ഒരു പൊടിക്ക് ഇച്ചിരി ഇതിനെ ഇപ്പം കളിക്കുന്നതിനെക്കാട്ടും നല്ല ഭംഗിയായിട്ട് കളിക്കും. മനസ്സിലായില്ലേ? അപ്പം വിനീഷ്യസ് ഗോൾ. അപ്പം നമ്മൾ 6-0 മുമ്പിലാണ്. ഹാഫ് ടൈം കഴിക്കുകയാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം വേണ്ടതെന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5 ഗോളിന് മുമ്പിൽ കയറിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് 10 ഗോളാക്കിയാലും സുഖമായിട്ടേക്കാം. ചിലപ്പോൾ റോഡ്രിഗോ അടിക്കും. യെസ്, ഇത് സിമ്പിൾ ഗോളായിരിക്കും. പക്ഷേ അത് വണ്ടർഫുൾ സേവ് ആയിരുന്നു. നമുക്കൊരു കോർണർ കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഗോൾ അടിച്ചു, അടിച്ചില്ല. ഗോൾ ബൈ എംബാപ്പെ. എംബാപ്പെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. കോർണറിൽ നിന്ന് ഓടിച്ചു, അത് പറ്റില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ അടിച്ചു. നമുക്ക് എല്ലാം ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കളി തീർക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണ്ടേ? മോഡ്രിക്കിന് ബെലിംഗത്തിന് കൊടുക്കാം. വേറെ ഒരു സ്ട്രൈക്കർ ഹെൻഡ്രിക്ക് സേവ് കൊടുക്കണം. അയ്യോ, അവർക്ക് പെനാൽറ്റി. മോഡ്രിക്ക് ഹെൻഡ്രിക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. പെനാൽറ്റി ഒന്നും കുഴപ്പമില്ല, നമ്മളിപ്പോൾ അത് സേവ് ചെയ്യും. ജസ്റ്റ് മിസ്സിനാണ് പോയത്. അത് കുഴപ്പമില്ല, ഒരു ഗോളല്ലേ. അതും ഗ്രീസ്മാനല്ലേ അടിച്ചേ. 7-1. ഹെൻഡ്രിക്ക്, ഗ്രീസ്മാൻ, അങ്ങനെയൊക്കെ. ഗ്രീസ്മാൻ നമുക്ക് ടീമിലൊന്നുമില്ല. കയറി ഒറ്റയ്ക്ക് ഇവിടെ സ്ട്രൈക്കേഴ്സിൻ്റെ ആരും കാണാനില്ല. നമ്മുടെ ഡിഫൻസ് നമ്മൾ ഒരു കെർവ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. കളി ഇപ്പം തീരും. ഇനി ഒരു ഒരു 30 മിനിറ്റ്സേ ഉള്ളൂ. ഒരു 20 മിനിറ്റ്സ് നമുക്ക് കൂട്ടാം. 20 സെക്കൻഡ്സേ ഉള്ളൂ കളീന് വേണേൽ പറയാം. നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഫ്രം വാൾവേർഡെ. ഇപ്പം ഹാട്രിക്കായല്ലോ വാൾവേർഡെ. സായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എൻട്രിക് വിത്ത് ദ ബോൾ ടു മോഡ്രിക് അല്ലേ? യെസ്, മോഡ്രിക് ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ലൂക്ക മോഡ്രിക്. 10 നമ്പർ ജേഴ്സിയിൽ റയൽ മാഡ്രിഡിലേക്ക് എപ്പോഴാണോ വന്നതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് കളി തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഈ സീരീസ് അങ്ങ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഈ പ്ലേ സ്റ്റോറിലുള്ള കുറച്ച് നല്ല സർവൈവൽ ഗെയിംസൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഈ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ കോപ്പി വെർഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണം നമുക്ക് ഇഷ്ടം കളിക്കാം. അപ്പോൾ സീരീസ് കഴിയട്ടെ. പക്ഷേ എനിക്ക് വ്യൂസൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് മടിയാണ്. ജസ്റ്റ് ഇത് കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു വലിയ ഗെയിമറൊക്കെ ആവണ്ടേ. അതൊരു പൊളിപ്പ് ഗോളായിരുന്നു. 11-1. വാവ്. ഇപ്പോൾ കളി തീരും. ഇനിയിപ്പം 83. നമ്മളുടെ കയ്യിലാണ് ഇപ്പോൾ 11-1. ഇത് ഗോൾ കയറുമായിരിക്കും. അത് കൂളല്ലേ? ദാറ്റ്സ് നോട്ട് എ ഗോൾ. ഇപ്പോൾ ലൈനിൻ്റെ അതായത് ലൈനിൻ്റെ അകത്തല്ലായിരിക്കും, പുറത്തായിരിക്കും. എന്തെങ്കിലും ഗോൾ കയറ്റില്ലേ? ഇവൻ ഒന്നും ഗോൾ കയറ്റുന്നില്ല. ഇത് ആരാണെന്ന് എനിക്ക് കാണാൻ പറ്റും. സെക്കൻഡ് കോർണറാണെന്ന് തോന്നുന്നത്. നമുക്കൊരു റയൽ മാഡ്രിഡ് 11 ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് 1. നമ്മൾ 11-0 പൊട്ടിക്കേണ്ടതായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്തേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ.
ഓക്കെ, നമുക്ക് ഹാട്രിക് ആരെങ്കിലും അടിച്ചോ നോക്കണം. ഓക്കെ, എല്ലാം നമുക്കാണ് കൂടുതൽ. മാച്ച് ഹൈലൈറ്റ്സിൽ വിനീഷ്യസ്, വാൽവേർഡെ ഓക്കെ, ആരും ഹാട്രിക് അടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ആരും ഹാട്രിക് ഒന്നും അടിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. അടുത്ത മാച്ചിൽ കാണാം. ടാറ്റാ.